ശിവരാത്രിയാണോ എല്ലാവരും ഉറങ്ങാതെ കാത്തിരിക്കുന്നു. നമ്മ എപ്പോൾ ഒന്ന് ഇപ്പം സമയത്രയുടെ ഇപ്പം സമയത്രയെന്ന് ആ ചോടനല്ലേ 10:50. 10:50 ആയോ 50 ഇതെന്താ ഈ സമയത്ത് കയറി കൊണ്ടുവരുന്നത്? നീ സാധാരണ 7 മണിയാകുമ്പോഴേക്കും കുടുംബത്ത് കയറാറുള്ളതല്ലേ? ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നീ 10 മണി 11 മണിയാണല്ലോ. എന്താ കാര്യം? അങ്ങനെ അമ്മ സംസാരിക്കില്ലേ. ഇപ്പോൾ ഈ 11 മണി സമയത്ത് കുടുംബമുള്ള അമ്മാവൻ കുടുംബത്തിൽ അവിടെ നിൽക്കാതെ എന്തിന് ഇവിടെ നിൽക്കുന്നു? അത് പറ. അത് നീ കാരണം. ഞാനെന്ത്? നീ 11 മണിക്ക് വരുകൊണ്ട് അവർ പരാതി പറഞ്ഞുകൊണ്ട് നിന്നോട് ചോദിക്കാൻ വേണ്ടി ഇവിടെ നിന്ന്. അവർക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടാ അമ്മാവാ? ഞാൻ ഒരു ബിസിനസ് മാൻ അല്ലേ. എനിക്ക് ബിസിനസ്സിൻ്റെ തിരക്കുകളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞല്ലേ എനിക്ക് വരാൻ പറ്റൂ. ഇല്ലേ? ഇവരൊന്നും എൻ്റെ ബിസിനസ് ചെയ്തു തരുമോ? ഇല്ലല്ലോ. രാത്രി 11 മണി വരെ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ കൂടെ വരണതാണോ എൻ്റെ ബിസിനസ്? ഞാൻ ബിസിനസ് മീറ്റിങ്ങിൻ്റെ ഇടയിൽ ചെറുത് കഴിക്കും. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അത് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവില്ല കേട്ടോ. അവിടെ എന്നെ ബിസിനസ് ഞാൻ ചെയ്യും. അത് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എന്താ എൻ്റെ ബിസിനസ്? അത് ഞാൻ പറയില്ല. ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിൽ നിന്നിട്ട് എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ പറയില്ല. എന്തെങ്കിലും പറഞ്ഞ അപ്പം നെഗറ്റീവ്. ഇവൻ്റെ ബിസിനസ് പൊട്ടും, ഇവൻ ചീറ്റിപ്പോവും, അവസാനം ഇവൻ ഇങ്ങനെ ചമ്മി നിൽക്കുന്ന ക്ലീറ്റ ആ മുഖം. അങ്ങനെയല്ലേ നിങ്ങൾ എപ്പോഴും? അല്ലല്ല, ക്ലീറ്റോ ചേട്ടൻ ഏതൊരു നാടകക്കാരനെ സഹായിക്കാൻ കാശിറക്കുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങി. അത് ലില്ലി മോളെ, അത് ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ സഹായിക്കുന്നത്. ബിസിനസ്സിന് വേണ്ടിയിട്ട് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിക്കും. ഒരു പ്രാന്തരം. നീ ഭ്രാന്തൻ തന്നെടാ. നിന്റെ ആളല്ല കളിയാകണ. നീ നീ സംസാരം നിർത്ത്. എന്താടാ ഞാൻ പറയണേ? എന്താടാ കുഴപ്പം? പറയേണ്ട കാര്യമുണ്ട്. എന്താ കാര്യം? മാവാ, തമ്പിയണ്ണനെന്ന് പറഞ്ഞ ആ പാവം കലാകാരനെ ഞാൻ കൂടെ കൂടുന്നതും കൊണ്ട് നടക്കണതിന്റെ കാര്യം എന്ന് പറയാമോ? എന്നെ പോലെ അവഗണന അനുഭവിക്കുന്ന ഒരു പാവം അളിയനാണ് അളിയൻ. കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കരിയപ്പല പോലെ വലിച്ചെറിയപ്പെടുന്ന ഒരു പാവം അളിയൻ. നിന്നെ എന്ത് കാര്യത്തിലൂടെ തള്ളി പറഞ്ഞു ഞങ്ങളിവിടെ? എന്തോ നിന്നെ എന്ത് കാര്യത്തിലൂടെ തള്ളി പറഞ്ഞു ഞങ്ങള്? നീ എന്തിനു പറഞ്ഞു? നീ ഇവിടത്തേക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഈ വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നീ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നീ എങ്ങനെയാ എനിക്ക് അറിഞ്ഞൂടാ. 16 വർഷം മുമ്പ് ഒരു നയാ പൈസ സ്ത്രീധനം വാങ്ങിക്കാതെ ഞാൻ എവിടെ കെട്ടിയില്ലേ? ഇല്ലേ അമ്മവാ? സ്ത്രീധനം മേടിച്ചില്ലെങ്കിൽ എന്താ അതിന്റെ ഇരട്ടി വേണ്ടി മേടിച്ചിട്ടില്ലേ? ഇല്ലേ? അത് ശരിയാ. അയ്യോ, എന്ത് മേടിച്ചെന്ന്? എടാ, നീ എവളെ വേറെ വല്ലവനും കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ എവളെ കാണാൻ പോണ വണ്ടിക്കാശ് അതിൽ ഇരട്ടിയാവുമായിരുന്നു. ഇല്ലേ? അത് ശരിയല്ലേ? അത് ശരി. നാട്ടുകാർ കേൾക്കും, നാട്ടുകാർ കേക്കട്ടെ. ഇനി അതെല്ലാം പോട്ടെ അമ്മാവാ. ആ കോന്തം കെട്ടിക്കൊണ്ടുപോയാൽ ഇങ്ങോട്ട് വിടാതിരുന്ന ഇവക്ക് ഇവരാരെങ്കിലും കാണാൻ പറ്റുമോ? ഇതിപ്പോ എന്താ? അയ്യോ, നാഴിക്ക് നാപ്പോട്ടോ അമ്മാവനും ആങ്ങളെ അമ്മ എല്ലാരെയും കാണാൻ പരിഹരിക്കാം. ഇപ്പോഴും കൂടെ ഉണ്ട് ഫുൾ ടൈം. അത് ഈ പറഞ്ഞത് ശരിയാ. അതാണ് പറഞ്ഞത്. ശരിയാണെന്ന് പറയാനാണോ ഈ രാത്രി ഇവിടെ വിളിച്ചെടുത്തിരുന്ന? അല്ല, കാര്യമായിട്ടുള്ള കാര്യം പറയുമ്പോൾ പിന്നെ അംഗീകരിക്കണ്ടേ? ശരി എന്ന് പറയുന്നത് തെറ്റെന്ന് തിരിച്ചറിയാൻ ഇതില്ല അമ്മാവ. ശരിയെന്നും തെറ്റെന്നും അംഗീകരിക്കാൻ പഠിക്കും. മതി ചോദ്യം പറച്ചിലൊക്കെ. നേരെ പാതിരാത്രി പോയി കിടന്നേ. അങ്ങനെയല്ലോ നമ്മളൊരു കാര്യം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. തമ്പിളിയാ, ഒന്നുമില്ല. ഇത് ഞങ്ങളെ ഫാമിലി ടോക്സാ. ഗുഡ് നൈറ്റ്. കുടുംബ പ്രശ്നം. സ്ട്രീറ്റ് ഡ്രീംസ്. ഓക്കെ, ഒന്നുമില്ല. അങ്ങനെ പോലെ അതൊക്കെ ഫുൾ ബാലൻസ് ആണ്. ഇങ്ങോട്ട് വന്നേ ക്ലീറ്റോ നിങ്ങള്. അമ്മാവാ, ഞാൻ പറഞ്ഞത് ശരിയില്ല അമ്മാവ? എല്ലാം ശരിയാ. അല്ലേ? വേണ്ട, ഈ വീട്ടിലെ വിവരമുള്ള ആപ്പാടെ എൻ്റെ അമ്മാവ മാത്രമേ ഉള്ളൂ. ഐ ലവ് യു അമ്മാവ. ഐ ലവ് യു. എൻ്റെ അമ്മാവനാണ് പാവം. എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യമുള്ള ആൾ. ഇവന്റെ ഒരു കാര്യം. സത്യത്തിൽ അമ്മാവനെ എന്ത് ചോദിക്കാനാണ് ഇവിടെ നിന്നത്? ഫസ്റ്റ് ടീം